അല്ല കണക്കാക്കിയ ഭക്ഷണത്തിൽ നിന്ന് ഒരാൾ ഓടിപ്പോയാലോ, അല്ല കണക്കാക്കിയ അനുഗ്രഹത്തിൽ നിന്ന് അതെനിക്ക് വേണ്ടെന്ന് പറഞ്ഞൊരാൾ ഓടിപ്പോയാൽ അതവനെ തേടിയെത്തുക തന്നെ ചെയ്യും. ഒരിക്കലും അവനത് മിസ്സാകുകയില്ല. മാത്രമല്ല മരണത്തിൽ നിന്ന് ഓടി ഒളിക്കുന്നവരാണ് നമ്മളെല്ലാവരും. മരിക്കാൻ ആർക്കും ആഗ്രഹമില്ല. ഒരു മുടി വെളുത്താൽ നമുക്ക് ടെൻഷനാണ്. ഒന്നുകിൽ നമ്മളത് വെട്ടിക്കളയും, അല്ലെങ്കിൽ മൈലാഞ്ചിയിടും. മൈലാഞ്ചിയിടൽ സുന്നത്താണ് അല്ലേ? വെള്ള കാണുമ്പോൾ ഒരു ടെൻഷനാണ്. എന്നാൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ വെള്ളമുടി കണ്ടപ്പോൾ ആ വെള്ളമുടിയിലേക്ക് നോക്കിയിട്ട് അവിടുന്ന് കരയുകയാണ്. പടച്ചവനെ, എന്റെ മരണം അടുത്തല്ലോ. അതുവരെ ഉമർ ഇബ്നുൽ ഖത്താബ് ചെയ്തിരുന്ന പണി എന്താണെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ, ഒരാളെ കൂലിക്ക് നിർത്തിയിരിക്കുകയാണ്. ഉമറേ, മരണമുണ്ട് ഉമറേ, മരിക്കാനുണ്ട് ഉമറേ എന്ന് ഉമർ തങ്ങളെ ഓർമ്മപ്പെടുത്താൻ, ഒരു മുദക്കിറായ മനുഷ്യനെ ഓർമ്മിപ്പിക്കാൻ ഒരു മനുഷ്യനെ ശമ്പളം കൊടുത്ത് അതാ നിയമിച്ചിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ്. ഒരു ദിവസം അതാ ശമ്പളം കൊടുത്ത് നിയമിച്ച വ്യക്തിയോട് പറയാണ്, നിങ്ങളെ ജോലി ഇന്നത്തോടെ അവസാനിച്ചു, ഇനി എനിക്ക് നിങ്ങളുടെ സേവനം ആവശ്യമില്ല. ആ മനുഷ്യൻ ചോദിക്കാണ്, എന്ത് പറ്റി തങ്ങളെ? ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയാണ്, എന്റെ അതേ ശരീരത്തിലെ ഒരു മുടി, കറുത്ത മുടി വെളുത്തു പോയിട്ടുണ്ട്. ഇനി എനിക്കതിലേക്ക് നോക്കിയിട്ട് മരണത്തെ ഓർക്കാമല്ലോ. ഇനി നിങ്ങൾ ഓർമ്മിപ്പിക്കേണ്ട ആവശ്യമില്ല. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ അവിടുത്തെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. എൻ്റെ പ്രിയപ്പെട്ടവരെ, അല്ല കണക്കാക്കിയ അവധി, അത് റിസ്കാണെങ്കിലും എന്താണെങ്കിലും അല്ല കണക്കാക്കിയ അവധി ഒരു മനുഷ്യനിലേക്ക് എത്തുക തന്നെ ചെയ്യും. അവൻ എത്ര ഓടി ഒളിച്ചാലും, മരണത്തിൽ നിന്ന് എത്ര ഓടി ഒളിച്ചാലും അവനെ പിടികൂടുമെന്ന് വിശുദ്ധ ഖുർആൻ പറയാൻ. നമ്മള് ജുമുഅ സൂറത്ത് വെള്ളിയാഴ്ച ഇശാക്ക് ഓതൽ സുന്നത്താണ്. വെള്ളിയാഴ്ച ജുമുഅക്ക് ഓതൽ സുന്നത്താണ്. ഇനി അതെന്നെ ഓതിക്കൊള്ളണമെന്നില്ല. പിന്നെ സബ്ബിഹിസ്മ ഓതാം, അതുപോലെ ഹല്ലത്താക്ക, ഹദീസുൽ ഗാശിയ, ആ സൂറത്ത് ഓതാം. അത് സുബ്ഹിക്കും സുന്നത്താണ്. സുബ്ഹിക്ക് അലിഫ് ലാം മീം സജദ സുന്നത്താണ്. സൂറത്തു ദഹർ സുന്നത്താണ്. ഏത് സൂറത്തും പാരായണം ചെയ്യാം. പ്രത്യേകം സുന്നത്തായി നിർദ്ദേശിക്കപ്പെട്ട സൂറത്തുകളാണ്. ആ സൂറത്തിലെ ഒരു സൂറത്താണ് സൂറത്തുൽ ജുമുഅ. ആ ജുമുഅ സൂറത്തിൽ അല്ലാഹ് പറഞ്ഞു, നബിയെ അവിടുന്ന് പ്രഖ്യാപിക്കുക, ഖുൽ, നബിയെ അവിടുന്ന് പ്രഖ്യാപിക്കുക, ഇന്നൽ മൗത്ത്, മരണം, നിശ്ചയം മരണം, അല്ലദീ തഫിറൂന മിൻഹു, മരണത്തിന്റെ പൊതുവിലുള്ള പശ്ചാത്തലം എന്താണ്? ജനങ്ങൾ മരണത്തിൽ നിന്ന് ഓടിയൊളിക്കുന്ന ഏറ്റവും വലിയൊരു പ്രവണതയാണ് മരണം. മരിക്കാൻ ആർക്കും ഇഷ്ടമുണ്ടാവില്ല. ഒരാൾക്കും മരിക്കാൻ ഇഷ്ടമുണ്ടാവില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കും, മരണം വന്നാൽ പറയുമത്രേ, പടച്ചോനെ എനിക്കൊരല്പം സമയം. സൂറത്തുൽ മുനാഫിഖൂനിൽ അല്ലാഹു പറഞ്ഞു, പടച്ചോനെ ഇദാ ജാഅ, ഒരാളുടെ അവധി എത്തിയാൽ അവൻ പറയും, അല്ലാ എന്നെ പിന്തിപ്പിക്കണം. യാ അയ്യുഹല്ലദീന ആമനു എന്ന് തുടങ്ങിയിട്ട് പിന്നെ പറയുന്നു, വൻഫിഖൂ മിമ്മാ റസഖ്നാകും മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗതു, നിങ്ങൾക്ക് മരണമെത്തുന്നതിന്റെ മുമ്പ് ഞാൻ തന്നതിൽ നിന്ന് നിങ്ങൾ ചിലവഴിച്ചോ, അല്ലെങ്കിൽ നിങ്ങൾ കൈകടിക്കും. അങ്ങനെ എത്തിയാലോ, മരണെത്തിയാൽ സ്വതക്ക കൊടുക്കാത്തവൻ, സക്കാത്ത് കൊടുക്കാത്തവൻ, നിസ്കരിക്കാത്തവൻ, അവൻ പറയും, ഫയഖൂല റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, ഒരല്പസമയം എനിക്ക് തന്നാൽ ഫഅസ്സദ്ദഖ, ഞാൻ സ്വതക്ക കൊടുക്കാം, ഞാൻ പാവങ്ങളെ സഹായിക്കാം. കണ്ടോ, പാവങ്ങളെ സഹായിക്കുക, സ്വതക്ക കൊടുക്കുക, അതിന് ഏറ്റവും വലിയ മഹത്വമുണ്ട്. അതുകൊണ്ടാണ് ഒരല്പസമയം എനിക്ക് തന്നാൽ ഞാൻ നിസ്കരിക്കാം എന്നല്ല പറഞ്ഞത്. പിന്നെയോ ഫഅസ്സദ്ദഖ, ഞാൻ സ്വതക്ക കൊടുക്കാം, വഅകും മിനസ് സ്വാലിഹീൻ, ഞാൻ നല്ല പണിയെടുത്ത് ജീവിച്ചോളാം, ഇനി ഞാൻ ഒരിക്കലും തെറ്റായ കാര്യങ്ങളിലേക്ക് പോകൂല. പക്ഷേ അല്ലാഹ് പറയാ, എന്ത് റിക്വസ്റ്റ് നടത്തിയിട്ടും കാര്യമില്ല. വലൻ യുഅഖിറല്ലാഹു അജലൻ വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ, അവധി എത്തിയാൽ
ഒരാളുടെ അവധിയിൽ നിന്നും ഒരാളെയും അല്ലാഹു തീർച്ചയായിട്ടും പിന്തിപ്പിക്കുന്ന പ്രശ്നം ഇല്ല. നിങ്ങൾ കണ്ടില്ലേ, 242 ആളുകൾ മരിച്ചു എന്നാണ് റിപ്പോർട്ട് വന്നത്. ആദ്യം കുറഞ്ഞ സംഖ്യകൾ, പിന്നീട് ഫ്ലൈറ്റിലുള്ള മുഴുവൻ ആളുകളും, അഹമ്മദാബാദിലെ ഫ്ലൈറ്റിലുള്ള മുഴുവൻ ആളുകളും മരണപ്പെട്ടു എന്ന റിപ്പോർട്ട് വന്നു. പിന്നെ ഏതാ വരുന്നു, ഒരാള് രക്ഷപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അവധി അല്ലാഹു കണക്കാക്കിയിട്ടില്ല. വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. അദ്ദേഹത്തിന്റെ അവധി ഇനിയുമുണ്ട്. അതുകൊണ്ട് അദ്ദേഹം മരണപ്പെട്ടില്ല, അദ്ദേഹം രക്ഷപ്പെട്ടു. എന്റെ പ്രിയപ്പെട്ടവരെ, പത്തനംതിട്ടയിലെ സഹോദരി, ആ രഞ്ജിത എന്ന സഹോദരിക്ക് വളരെ സന്തോഷകരമായിരുന്നു. കാരണം നാട്ടിൽ ഗവൺമെന്റ് ജോലി കിട്ടി. ആ ജോലിയിൽ പ്രവേശിക്കാൻ വേണ്ടി വന്നതാണ്. അതിൽ സൈൻ ചെയ്ത് ആ ജോലി ഉറപ്പ് വരുത്തിയിട്ട് തിരിച്ച് UK പോയി അവിടെയുള്ള ജോലിയിൽ നിന്ന് വിരമിച്ച് തിരിച്ചു വന്ന് ഇവിടെ കുടുംബത്തോടുകൂടെ സന്തോഷത്തോടെ കഴിയേണ്ട ആ പെണ്ണ്, നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഒരു വീട് പണിതിട്ടുണ്ട്, പക്ഷെ ആ വീട് പണിയുടെ അതിന്റെ വർക്ക് പൂർത്തിയായിട്ടില്ല. ആ സ്വപ്ന വീട് അവിടെ നിലനിൽക്കുകയാണ്. തിരിച്ചു വന്ന് കുടുംബത്തോടെ സന്തോഷത്തോടെ കഴിയണമെന്ന വലിയ ആഗ്രഹത്തോടുകൂടെ നെടുമ്പാശ്ശേരിയിൽ നിന്ന് ചെന്നൈയിലേക്ക് ഫ്ലൈറ്റ് കയറി. അവിടെ നിന്ന് അഹമ്മദാബാദിൽ ചെന്ന് ലണ്ടനിലേക്കുള്ള ഫ്ലൈറ്റ് കയറിയിട്ട് ആ സഹോദരി ചിന്തിച്ചിട്ടുണ്ടോ, ഇനി എനിക്ക് എൻ്റെ മക്കളുടെ അടുത്തേക്ക് വരാൻ കഴിയില്ല, എൻ്റെ നാട്ടിലേക്ക് വരാൻ കഴിയില്ല, എൻ്റെ കുടുംബത്തിന്റെ അടുക്കലേക്ക് വരാൻ കഴിയില്ല എന്ന് ആ സഹോദരി ചിന്തിച്ചിട്ടില്ല. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആയി 5 മിനിറ്റ് കൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നശിച്ചു പോയില്ലേ? അള്ളാഹു കണക്കാക്കിയാൽ തടുക്കാൻ നമുക്ക് സാധിക്കുമോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്കതിനെ മറികടക്കാൻ സാധിക്കുമോ? അള്ളാഹു കണക്കാക്കിയത് സംഭവിക്കുക തന്നെ ചെയ്യും. അള്ളാഹു നമ്മുടെ മരണമൊക്കെ ഈമാനിലൂടെ മരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ശ്രദ്ധക്കുറവുണ്ടെങ്കിൽ അത് പരിശോധിക്കേണ്ടതുണ്ട്. പക്ഷേ പടച്ചവൻ കണക്കാക്കിയത് നടക്കുക തന്നെ ചെയ്യും, അതിൽ യാതൊരു സംശയവുമില്ല. നിങ്ങൾ കണ്ടില്ലേ, ഒരു സഹോദരൻ ഈ അപകടം നടന്നപ്പോൾ അദ്ദേഹത്തിന്റെ അനുഭവം പറയാൻ ഞാൻ സമയം കൃത്യമായിട്ട് ഓർക്കുന്നില്ല. അദ്ദേഹം പറയുന്നു, 4 മണിക്കോ 7 മണിക്കോ മറ്റോ ടേക്ക് ഓഫ് ആകേണ്ട, ദുബൈയിൽ നിന്ന് ടേക്ക് ഓഫ് ആകേണ്ട എയർ ഇന്ത്യ എക്സ്പ്രസ് തിരുവനന്തപുരത്തേക്ക് അത് വീണ്ടും റീഷെഡ്യൂൾ ചെയ്യുകയാണ്. 5 മണി എന്നുള്ളത് 7 മണിയാക്കി, വീണ്ടും റീഷെഡ്യൂൾ. 7 മണി എന്നുള്ളത് 9 മണി, വീണ്ടും റീഷെഡ്യൂൾ. അങ്ങനെ വൈകി അവസാനം മണിക്കൂറുകൾ വൈകിയിട്ടാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് ദുബൈയിൽ നിന്ന് ടേക്ക് ഓഫ് ആകുന്നത്. അദ്ദേഹത്തിന്റെ അനുഭവം പറയാം. അങ്ങനെ തിരുവനന്തപുരം എത്തുന്നതിന്റെ മുമ്പ് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സഹോദരൻ, അദ്ദേഹത്തിന് നെഞ്ചുവേദന വന്നു. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നതിന്റെ 1 മണിക്കൂർ മുമ്പ് നെഞ്ചുവേദന വന്ന് അദ്ദേഹത്തെ ഹോസ്പിറ്റലിലേക്ക് ലാൻഡ് ചെയ്ത് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നതിന്റെ മുമ്പ് അദ്ദേഹം മരണപ്പെട്ടു പോയി. എന്നിട്ട് അദ്ദേഹം പറയാം, ഇത് നേരത്തെ ടേക്ക് ഓഫ് ആകുകയാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാമായിരുന്നു. അതൊരു വസ്തുതയാണ്. പക്ഷെ പടച്ചവൻ കണക്കാക്കിയാൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും, അതിൽ സംശയമില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. എമർജൻസി ആയിട്ട് ടിക്കറ്റ് എടുത്തു പോരുന്ന ആളുകൾ, വിദേശത്തു നിന്നോ ഇവിടെ നിന്നൊക്കെ എമർജൻസി ആയിട്ട് വല്ല രോഗമോ മറ്റോ പ്രയാസമുള്ളവരാണെങ്കിൽ മാക്സിമം എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ്, മാക്സിമം എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഫ്ലൈറ്റ് ഒഴിവാക്കണം നമ്മൾ. കാരണം പറഞ്ഞ സമയത്ത് അത് പൊങ്ങൂല, ഉറപ്പാണ്. വളരെ 100-ൽ ഒരു 5% മാത്രം, അല്ലെങ്കിൽ ഒരു 10% മാത്രം അതിന്റെ സർവീസ് ക്ലിയറാണ്. ബാക്കിയൊക്കെ പ്രശ്നം. 10 വർഷം പഴക്കമുള്ള ഫ്ലൈറ്റാണ് ഇപ്പോൾ തകർന്നു വീണത്. ആ ഫ്ലൈറ്റിൽ അത് തകരുന്നതിന്റെ മുമ്പ് 2 മണിക്കൂർ മുമ്പ് ഒരു സഹോദരൻ എടുത്ത വീഡിയോ സോഷ്യൽ മീഡിയയിൽ നമുക്ക് ലഭ്യമാണ്. ആ വീഡിയോയിൽ അതിന്റെ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നില്ല, AC വർക്കിംഗ് അല്ല, കമ്പ്യൂട്ടർ വർക്കിംഗ് അല്ല, ഒന്നും വർക്കിംഗ് അല്ല. ഇതിന് ഉത്തരവാദിത്വമില്ലേ? ആളുകളുടെ ജീവൻ ഉത്തരവാദിത്വമില്ലേ എൻ്റെ പ്രിയപ്പെട്ടവരെ? അതുകൊണ്ട് മാക്സിമം നമ്മൾ ശ്രദ്ധിക്കണം. എമർജൻസി ആയിട്ടുള്ള യാത്രയാണെങ്കിൽ ഒരു 5000-10,000 കൂടിയാലും കുഴപ്പമില്ല. സൗദി എയർലൈൻസ്, അതുപോലെ എമിറേറ്റ്സ് തുടങ്ങിയ നല്ല സർവീസുള്ള ഫ്ലൈറ്റുകളുണ്ട്. ആ ഫ്ലൈറ്റുകൾ ഉപയോഗപ്പെടുത്തി നമ്മൾ യാത്ര ചെയ്യണം, അല്ലെങ്കിൽ പെട്ടുപോകും. അള്ളാഹു നമ്മുടെ ജീവന സംരക്ഷണം നൽകട്ടെ. അള്ളാഹു നമ്മുടെ ജീവന സംരക്ഷണം നൽകട്ടെ. നിങ്ങൾ ആലോചിച്ച് നോക്കി, എത്ര മനുഷ്യരാണ്? 241 മനുഷ്യര്. അനൗദ്യോഗിക റിപ്പോർട്ട് പ്രകാരം അവിടെ പഠിക്കുന്ന
വിദ്യാർത്ഥികൾ മരണപ്പെട്ടു എന്ന് പല വാർത്തകളിലും വരുന്നുണ്ട്. നമുക്കറിയില്ല അതിന്റെ സത്യം എന്താണെന്നറിയില്ല. നിങ്ങൾ ആലോചിച്ചു നോക്കി, എന്ത് വിഷമമാണ്. എത്ര കുഞ്ഞുങ്ങൾ മരണപ്പെട്ടു പോയി, എത്ര ചെറിയ മക്കൾ മരണപ്പെട്ടു പോയി. അല്ലാഹുവേ, അവരുടെ കുടുംബത്തിലൊക്കെ നീ സമാധാനവും ക്ഷമയും നൽകണേ അല്ലാ. അവരുടെ കുടുംബത്തിന് റഹ്മത്ത് നൽകണേ അല്ലാ. ഇനി എത്ര കോടി എൻ്റെ പ്രിയപ്പെട്ടവരെ അവർക്ക് അവരുടെ ദുഃഖത്തിൽ പങ്കാളികളായിട്ട് എത്ര കോടി അവർക്ക് പാരിതോഷികമായി നൽകിയാലും, എത്ര കോടികൾ അവർക്ക് നൽകിയാലും നഷ്ടപ്പെട്ട ജീവൻ തിരിച്ചു കിട്ടുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരങ്ങളുടെ കുടുംബത്തിലൊക്കെയും സമാധാനം നൽകട്ടെ. എന്തെല്ലാം സ്വപ്നങ്ങൾ കണ്ടിട്ടാണ് UK പറഞ്ഞത്. എത്ര ഇന്ത്യൻ പൗരന്മാര് ജോലി സ്വപ്നം കണ്ട്, കുടുംബത്തിന്റെ ഉയർച്ച സ്വപ്നം കണ്ട്, എന്തെല്ലാം സ്വപ്നങ്ങൾ നെയ്തുകൂട്ടിയാണ് അവര് പറന്നുയർന്നത്. അല്ലാഹുവേ, ആ കുടുംബങ്ങളിലൊക്കെ നീ സമാധാനം നൽകണേ അല്ലാ. അത്തരം ദുരന്തങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് നീ കാവല് നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഏതൊരു ചെറിയ യാത്രയാണെങ്കിലും യാത്രക്ക് മര്യാദയുണ്ട്, യാത്രക്ക് മര്യാദയുണ്ട്. വാഹനത്തിൽ കയറുമ്പോൾ വലത് കാല് മുന്തിക്കണം, അല്ലേ? ഇതൊക്കെ പറയുമ്പോൾ അതൊക്കെ ഓൾഡ് ജനറേഷൻ. എന്ത് ഓൾഡ് ജനറേഷൻ? ഇതൊക്കെ നമ്മൾ പാലിക്കേണ്ടതാണ്. പിന്നെ എന്തെങ്കിലും സംഭവിക്കുമ്പോഴാണ് നമ്മൾ വാ പൊളിക്കുക. വാഹനത്തിൽ കയറുമ്പോൾ വലത് കാല് വെച്ച് വാഹനത്തിൽ കയറുക, ബിസ്മി ചൊല്ലി കയറുക. സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ എന്ന ദിക്ർ ചൊല്ലിയിട്ട് നമ്മൾ വാഹനത്തിൽ പ്രവേശിക്കുക. ആ ദിക്ർ ചൊല്ലുക. എന്ത് മഹത്വമുള്ള ദിക്റാണ്! സുബ്ഹാൻ, പടച്ചവനെ നീ എത്ര പരിശുദ്ധമാനാണ്. എന്താണ് അല്ലാഹുവിന്റെ പ്രത്യേകത? അല്ലദീ സഖറ ലനാ ഹാദാ, ഈ വാഹനത്തെ ഞങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്ന പടച്ചവൻ. ഡ്രൈവറിന്റെ കഴിവല്ല വാഹനം ഓടിക്കുന്നത്. എത്ര എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവർ ആണെങ്കിലും ആ ഡ്രൈവർക്ക് പിഴച്ചു പോകാം. അല്ലാഹു അതിന്റെ നിയന്ത്രണം പിൻവലിച്ചാൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ പൈലറ്റ് 3 പ്രാവശ്യം ഇൻഫോം ചെയ്തിട്ടുണ്ട്, അല്ലേ? 3 പ്രാവശ്യം മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ജീവൻ രക്ഷിക്കൂ, ഞങ്ങളെ രക്ഷിക്കൂ, എന്നെ രക്ഷിക്കൂ എന്ന ആ വേർഡ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കണ്ടുപിടിച്ച ആ വേർഡ് അദ്ദേഹം കൈമാറിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിൽ നിന്ന് ഫ്ലൈറ്റിന്റെ നിയന്ത്രണം പോയി. അല്ലാഹുവാണ് തസ്ഖീർ ചെയ്യുന്നവൻ, അല്ലാഹുവാണ് നിയന്ത്രിക്കുന്നവൻ. ആ നിയന്ത്രണം അല്ലാഹു പിൻവലിച്ചാൽ ഒരാൾക്കും അത് ഏറ്റെടുക്കാൻ സാധ്യമല്ല. ആ ദിക്ർ നമ്മൾ ചൊല്ലുക. സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ, ഈ വാഹനത്തെ ഞങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്ന പടച്ചവനെ ഞാൻ പരിശുദ്ധവാനാക്കുന്നു എന്ന അതിമഹത്തായ ദിക്ർ ചൊല്ലിയിട്ടായിരിക്കണം വാഹനം ഓടിക്കേണ്ടത്, വാഹനത്തിൽ പ്രവേശിക്കേണ്ടത്, വാഹനത്തിൽ യാത്ര ചെയ്യേണ്ടത്. ഇതൊരു നിസ്സാരമായ കാര്യമല്ല. പക്ഷേ ഫ്ലൈറ്റിൽ നടക്കുന്ന അല്ലെങ്കിൽ നടക്കാത്ത കൂത്താട്ടങ്ങൾ എന്താ ഉള്ളത്, അല്ലേ? മദ്യം ആവശ്യമുള്ളവർക്ക് മദ്യം, അതുപോലെ എല്ലാ തോന്നിവാസങ്ങളും. എത്രയോ ഫ്ലൈറ്റുകളിൽ അതില്ലാത്ത ഫ്ലൈറ്റ് കമ്പനികളുണ്ട്. സൗദി എയർലൈൻസിലൊക്കെ പ്രത്യേകം അവർ ഓർമ്മപ്പെടുത്തും ഫ്ലൈറ്റിന്റെ ടേക്ക് ഓഫിന്റെ സമയത്ത് സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ എന്ന ദിക്ർ ചൊല്ലാൻ പറയും, പ്രത്യേകമായിട്ട് നിർദ്ദേശിക്കും. അപ്പൊ അതൊക്കെ അത് ഫ്ലൈറ്റിൽ മാത്രമല്ല, ഏത് വാഹനത്തിലാണെങ്കിലും യാത്രയുടെ മര്യാദകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈമാനോടെ ജീവിച്ച് ഈമാനോടെ മരിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും പടച്ചവൻ കണക്കാക്കിയത് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കൂ, അല്ലാത്തത് സംഭവിക്കില്ല എന്ന ഉത്തമ വിശ്വാസം ഒരാൾക്കുണ്ടെങ്കിൽ അവൻ്റെ ജീവിതം അവന് ഹാപ്പിയാണ്. എപ്പോഴും അവൻ്റെ ജീവിതം ടെൻഷൻ ഫ്രീ ആണ്. അവന് ടെൻഷൻ ഇല്ല. എല്ലാം അള്ളയാണ് തരുന്നവൻ, എല്ലാം അള്ളയാണ് തടുക്കുന്നവൻ എന്ന വിശ്വാസമുണ്ടെങ്കിൽ അവന്റെ ജീവിതം എപ്പോഴും സക്സസ് ആണ്, അവന്റെ ലൈഫ് സക്സസ് ആണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.